യുവതലമുറയെ ലക്ഷ്യമിട്ട ആഭിചാര ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വലവിരിച്ചത് വൻ വിപത്തായി മാറുകയാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ, ബ്ലാക്ക് മാജിക് എന്നിവയുടെ നിഗൂഢ കേന്ദ്രങ്ങളാണ് ക്രിമിനൽ സ്വഭാവമുള്ള ഈ ഗ്രൂപ്പുകൾ. വൻ സാമ്പത്തിക തട്ടിപ്പുകളാണ് ഇതിനു പിന്നിലുള്ളതെന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലും നിയമ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചതായി കാണപ്പെടുന്നില്ല. മരണാനന്തരം ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ആത്മഹത്യ തെറ്റാണെന്ന് പറയുമ്പോൾ ആത്മഹത്യയിലൂടെ പുനർജന്മം സാധ്യമാക്കാനാണ് ഇവർ പ്രേരിപ്പിക്കുന്നത്. മരണാനന്തരം ശുഭജീവിതം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് യുവാക്കളെയും യുവതികളെയും ഇവർ ആകർഷിക്കുന്നത്. ശക്തമായ കുടുംബ സുഹൃത്ത് ബന്ധമുള്ള വ്യക്തി പെട്ടെന്ന് സുഹൃത്ത് സദസ്സുകൾ, കൂട്ടായ്മകൾ, ചടങ്ങുകൾ എന്നിവ ഒഴിവാക്കുക, ജോലിക്ക് പോവാതെയാവുക, ഇടയ്ക്കിടെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നിവയൊക്കെ ഇത്തരം ഗ്രൂപ്പുകളിൽ അകപ്പെടുന്നവരുടെ ലക്ഷണങ്ങളായി പറയുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സംസാരിച്ചാണ് ഗ്രൂപ്പുകൾ ഇരയുടെ മനസ്സിൽ കൂടുവയ്ക്കുന്നത്. ആത്മീയ ഉയർച്ചയ്ക്ക് സഹായിക്കുമെന്ന് വിശ്വസിപ്പിക്കുന്ന സന്ദേശങ്ങൾ കൈമാറും. കൂടുതൽ അറിയാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ക്ഷണമാകും അടുത്തത്. മനസ്സ് കീഴടക്കിയ ശേഷം നിരന്തരമായ ബ്രെയിൻ വാഷിങ്ങിലൂടെ തന്നെ നിങ്ങൾ പ്രത്യേക നിയോഗമുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്തും. ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് മറ്റൊരു ലോകത്ത് സുഖമായി വസിക്കാമെന്ന് വിശ്വസിപ്പിക്കും. കെണിയിൽ വീഴുന്നവർ മരണശേഷം മഹനീയ ജീവിതം ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പങ്കാളിയെയും ഉൾപ്പെടുത്തും ഗ്രൂപ്പിൽ. സ്വാധീനം തിരിച്ചറിഞ്ഞ് വീട്ടുകാർ മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്തെത്തിച്ചവർ വെളിപ്പെടുത്തിയ വിവരങ്ങളാണ് ഇവയൊക്കെ. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അടർത്തി മാറ്റുന്നതിലൂടെയാണ് ഗ്രൂപ്പുകൾ കുരുക്കുമുറുക്കുന്നത്. ആശയങ്ങൾ ആരെങ്കിലുമായി ചർച്ച ചെയ്ത് യുക്തിയില്ലായ്മ ബോധ്യപ്പെട്ടാൽ ഇര രക്ഷപ്പെടും എന്നതിനാലാണ് സമൂഹവുമായി ഒറ്റപ്പെടുത്തുന്നത്. അതിന് പറയുന്ന ന്യായം, പ്രത്യേക നിയോഗമുള്ളവർ ഭൗതിക ജീവിതത്തിൽ അഭിരമിക്കുന്നവരുമായി ഇടപഴകുന്നത് പുനർജന്മത്തിന് വിഘാതമാകുമെന്നതാണ്. അതോടെ ഇര കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും അപകടകരമായ അകലം സൂക്ഷിക്കുക തന്നെ ചെയ്യും. സാമൂഹ്യമായി ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ വലയിൽ വീഴ്ത്താനാകും എളുപ്പം. അതുകൊണ്ട് തന്നെയാകും ഇവരെ ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തുന്നത്. ഒന്നല്ല, രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ്. കോഴിക്കോട് മാർച്ച് 20, കൊല്ലം മാർച്ച് 20.